ഇൻട്രോ ഇങ്ങനെ എടുക്കാന്ന് വെച്ചില്ലേ ഒരമ്മ ഞങ്ങളെ വയ്യാലെന്തോ പറഞ്ഞു വരുന്നേ. എന്തായിരിക്കും ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നപ്പോല്ലേ ഒരു 2 പേരുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞ് ഒരു പൊയ്ക്കോട്ടെ പറഞ്ഞ്. പക്ഷെ ആയമ്മ ഞങ്ങളെ വയ്യാലെ വരുന്നേ. ഞങ്ങൾ ഓടിട്ടോ. എന്നോട് എന്തോ പറയണ്ടേ, ഞാൻ കാണിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ? എന്തോ പറഞ്ഞിട്ട് വരിക, എന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. അവിടെ ഇരിക്കായിരുന്നു. പിന്നെ ഞങ്ങളെ വയ്യാലെങ്ങനെ വരിക? ഞങ്ങൾ നാട് കാണാൻ ഇറങ്ങിയതാ. പക്ഷേ അയ്യോ അതെങ്ങനെ വരുന്ന്, എന്തോ പറയുന്നേ. അതിന് പേരൊക്കെ വേണമെന്നാണോ പറയുന്നേ? എന്താ അറിയില്ല. അയ്യോ ചൂടാവുന്നത് എനിക്ക് വേജാറാവുന്ന. എന്റെ ദൈവമേ, എന്തിനൊക്കെ ഞങ്ങളെ വയ്യാലെ വരുന്നേ? ഇനി പുണ്യേനെ കണ്ടിട്ട് അതിന്റെ ആരുമായിട്ട് തോന്നിയോ? ഞങ്ങൾ വയ്യാലെ വരുന്നു. എന്തോ പറയുന്നുണ്ട് ആടുന്ന്, എന്തോ ഉറക്കനെ വിളിച്ച് പറയുന്നു. 36 ഓടുക, ഞങ്ങൾ ഓടുന്നതനുസരിച്ച്. ഞാൻ എന്തേലും ഞങ്ങൾ ഓടുന്ന കണ്ടിട്ട് ഇവിടെ അടുത്തുള്ള ഒരാൾ ചോദിച്ച് നിങ്ങളെന്തിനാ അങ്ങനെ ഓടുന്നേ ചോദിച്ചേ. നിങ്ങളെന്തിനാ അങ്ങനെ ഓടുന്നേ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു അയമ്മ വയ്യാതെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു പറഞ്ഞ് നാട്ടിലുള്ളവരാട്ടോ. അപ്പോൾ ഒരു പറഞ്ഞ് ഇതിവിടെ ഉള്ള ആദിവാസികളാണ്, ഒരു കള്ള് കുടിച്ച് എപ്പോഴും വൈകുന്നേരം എങ്ങനെ ഇതിലൂടെ പോകുന്ന പോലെ. അപ്പം ഞങ്ങളോട് പൈസ എന്തോ ചോദിക്കാൻ വരുമായിരിക്കുമല്ലോ. ഞങ്ങളെ കണ്ടിട്ട് പൈസ ഉള്ളവരാന്ന് തോന്നിയത്. ചിലപ്പം ലിപ്സ്റ്റിക്കും നല്ല ഡ്രസ്സും ഇട്ടുകൊണ്ടായിരിക്കും. ഞങ്ങളെ കയ്യിൽ 10 ഉറുപ്പിക ഉണ്ട്. ഓരോ വീട് അങ്ങോട്ട് ഞങ്ങൾ ഇവിടെ ഒളിച്ച് നിൽക്കുക. 36 പോയിട്ട് ഇനി പുറത്തിറങ്ങാന്ന് വെച്ച് നിൽക്കുക. അയ്യോ ആദ്യമായിട്ടാണ് ഞങ്ങൾ പേടിച്ച്. കാരണം ഇവർ ഞങ്ങൾ ഓടുന്നതനുസരിച്ച് 36 ഓടി വരിക. ആദിവാസികളാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കുടിച്ചിട്ട് ഈ സമയത്ത് പുറത്ത് പോയി കുടിച്ചിട്ട് വരും. അതുകൊണ്ടായിരിക്കും പറഞ്ഞു. ചെമ്മേ എന്താ പോടി എന്നൊക്കെ പറയുന്നവർക്ക് പേടിച്ചോയി. ഞങ്ങൾ നല്ല രീതിക്ക് ചിരിച്ചതാ. ഞങ്ങൾ വയസ്സാരെ കണ്ടാ ചിരിക്കൂലേ? ചിരിച്ചപ്പം അപ്പൊ ഒരു 36 ഒരു പൊയ്ക്കോട്ടെ പറഞ്ഞേ. അപ്പൊ ഈ 36 വിടുന്നില്ല, ഈ 36 കൂടെ വന്ന്. ഇത് ഗോൾഡാ വിചാരിച്ചോ? ഗോൾഡൊന്നും അല്ലേ. പുണ്യന്റെ ഡ്രസ്സ് പിന്നെ ഗോൾഡായോണ്ട് പുണ്യ മൊത്തത്തിൽ ഗോൾഡാ വിചാരിച്ചിട്ടുണ്ടാവും. എടി ഒരണ്ണാക്കിലെ കടങ്ങടുന്നു. ഇങ്ങോട്ടോ സത്യം പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ തീർന്ന് ഇല്ലാണ്ടാവും അറിയില്ലേ. പിന്നെ ഈ വീഡിയോ എടുത്താ അവിടെ നോക്കി നിക്കുക. എടി ഓർക്ക് എന്തോ പറയാണ്ട് ജീവനെ കൊണ്ട് ഓടില്ല, എന്തോ പറയുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ 36 വരവുണ്ട്, പേടിയാവേ. അതുകൊണ്ടാണ് ഓടുന്നത്. ഞങ്ങൾ ഓട്ടം കണ്ട് ആരൊക്കെ ചിരിച്ചു പറച്ചവനറിയാം. ഞങ്ങൾ ഓടിയോടുത്ത് പുല്ല് മുളക്കൂല. ഓടി പൊണ്യ തരിപ്പ് കയറി ഞാൻ ആസ്വദിച്ച് തിന്നു വരും. ഞാൻ പിന്നെ ആസ്വദിച്ചു തരിപ്പ് പോയി അമ്മനെ കണ്ടപ്പോ ഓടി ഓട്ടത്തില്. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ആദിവാസികളാന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അത് മനസ്സ് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ വെച്ചാ എല്ലാരും മനുഷ്യന്മാരും ഇങ്ങനെ വെറുതെ ഓരോ ഇങ്ങനെ തരം താഴ്ത്തി പറയാതിരിക്കും. ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സ് വിചാരിച്ചതാണ് ഈ പറഞ്ഞത്. ഞാൻ വളോടല്ലേ എല്ലാരും മനസ്സ് വിചാരിക്കലായി പോയത്. മെല്ലൊന്നും പുറത്തിറങ്ങി നോക്കുക. അങ്ങോട്ട് പോയോക്കാം. വീഡിയോ കട്ട് ചെയ്യുന്നില്ല. വാ മിണ്ടല്ല പറ്റി. ഞങ്ങള് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അവരെ കണ്ടില്ല. ഞങ്ങൾ തിരിച്ച് ആ റോഡിന് പോകുന്നപ്പോൾ കണ്ടില്ല. തിരിച്ച് ആ റോഡിന് പോയപ്പോഴല്ല, ഇനി ഞങ്ങൾക്ക് അതിലൂടെയാണ് പോകേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഒളിച്ചു നിന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നപ്പോൾ 36 കണ്ടില്ല. ഇനി ആരോട് ചിരിക്കാൻ പേടിയാ. എല്ലാരും 36 ഞാനൊന്ന് വിളിച്ച് കാണിച്ചിട്ടുള്ളൂ. അപ്പത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാനാണ് ചിരിക്കല്. പക്ഷെ ഇവിടെ ചിരിച്ചു, അതായിരിക്കും ഇങ്ങനെ വന്നത്. അല്ലല്ല, ഞാൻ എല്ലാവരോടും ചിരിക്കാനുണ്ട്. ഞാൻ പയ്യെ ഫോണിലെടുത്ത് ചിരിച്ചത്.
പനി ഉണ്ടാവും. മൂപ്പത്തിയാരെ ഏതെങ്കിലും മൂപ്പത്തിയാരേ അയമ്മ ഏതെങ്കിലും ഓട്ടോറിക്ഷ കയറി പോകുമ്പോ വഴിയിൽ നിന്നിട്ട് മക്കളെ മോളെ വിളിക്കണ്ട് അവിടെ നിൽക്ക്. പിന്നെ ഞങ്ങൾ ഓടിയാണ്ടപ്പോ പിന്നെ മൂപ്പത്തിയാർക്ക് ദേഷ്യായി. പിന്നെ പറഞ്ഞു പോടി പോടി കുടിച്ച് മൂപ്പത്തിയാർ നല്ല കുടിച്ച് പറയാണ്ട് എന്ത് കാര്യം പറഞ്ഞാ പോരെ. മൂപ്പത്തിയാർ നല്ല കുടിച്ചുണ്ടാവും. അതെ ഇത്രയും നേരം ഞങ്ങള് ബാക്ക് ക്യാമിൽ ഇനി വീഡിയോ എടുത്ത് എന്താ വെച്ചാൽ ഞാൻ തിരിച്ചടിച്ചപ്പം ഞങ്ങളെ തലൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ഉള്ളൂ, ബാക്കിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കുത്തനെ കയറ്റം കയറി വരിക കേട്ടോതാ. ഇതിലൂടെ അങ്ങോട്ട് പോയാൽ ഭയങ്കര വലിയ ഇറക്കാം. അപ്പം അതിലൂടെ വരുമ്പോൾ ഒരു വണ്ടി പോകുന്ന ആൾക്കാർ നിർത്തിയിട്ടാണ് നിങ്ങളെ എങ്ങോട്ടാ അയച്ചു. അപ്പം ഞങ്ങൾ ഓടുന്നതൊക്കെ മൂപ്പര് കണ്ടുകണ്. അപ്പം മൂപ്പര് ഇങ്ങോട്ട് കയറിപ്പോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറുക. അപ്പം ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ പറഞ്ഞു എവിടെ ഉള്ളതാണ്, എവിടെയാ വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ ഒക്കെ ചോദിച്ച്. അപ്പോൾ സംഭവം ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടേക്കാണ് ആദിവാസികളുടെ വീടുള്ളത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പോയിക്കോളി. പക്ഷേ അവിടെ ഉള്ളവർ അറിയാത്തവരെ കണ്ടാൽ കല്ലെടുത്തെറിയോലെ. അപ്പോൾ അത് പിന്നെ ഓരോ നായി, ഒരു വളർത്തുന്ന പട്ടി നായി ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞിട്ടതാ. അറിയുന്ന മക്കളായോണ്ട് പറഞ്ഞതാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ അവർക്ക് അറിയില്ല. ഇവിടെ എവിടെയോ ആണ് ഓരോ ഞാൻ സിനിമ ഉണ്ടേനി, അതിൽ കുറെ 4-3 ആൾക്കാർ കാട് കയറും, പിന്നെ അവിടെയുള്ള ആദിവാസികൾ അവരെ കൊല്ലും. അതേപോലെ പോയി ഞങ്ങളെ ഞാൻ ചേച്ചി വേറെ എന്താണ് ഇവിടെ അങ്ങോട്ട് നോക്ക്. ഓ എങ്ങനെ കാണിച്ചിരാ ഇതിൽ കാണാനാട്ടി ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണോ ആണോ ഞങ്ങൾ ഇന്ന് ആ ബിൽഡിങ്ങിന് മേലെ നിൽക്കുമ്പോൾ ഈ കുന്ന് കാണും. അപ്പം ഞാൻ ഇന്ന് ഇവളോട് പറയുമ്പോൾ ഈ കുന്ന് കയറണേ. പക്ഷേ ഇന്ന് ഞങ്ങൾ കുന്ന് കയറി, പക്ഷെ ജീവനോട് കുന്ന് ഇറങ്ങുമെന്ന് അറിയില്ല. ചിലപ്പോൾ തല പൊട്ടിയിട്ട് കൈ പൊട്ടിയിട്ടൊക്കെ, കാരണം ഒരു കല്ലെടുത്ത് എറിയും പറഞ്ഞു. അപ്പം എനിക്കൊരു പേടിയുണ്ടടി. ഇവിടെ വീടൊന്നുമില്ല, പക്ഷെ ഇവിടെ വീടുണ്ട് പറഞ്ഞ് കുന്നിൻ്റെ മേലെ. ഇവിടെ പക്ഷെ ഒരു വീടുമില്ല. ഈ റോഡ് എങ്ങോട്ടാ പോണ്? ആ കുന്നിൻ്റെ മേലേക്കാണ്. അത് നേരെ പോണ കോളേജ് അങ്ങനെ അങ്ങോട്ടേക്കാണ്. പക്ഷെ നല്ല ഇവക്ക് മനസ്സിലാവൂല, കാരണം ഞാൻ NSS ക്യാമ്പിന് പോയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതാ. ഞാൻ ഇവളോട് അത് പറഞ്ഞപ്പോൾ ഇവളെ വിശ്വസിച്ചില്ല. ഇപ്പം അയാൾ പറഞ്ഞു കൊടുത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു ടൈം കഴിഞ്ഞാൽ മുമ്പൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം അങ്ങോട്ട് പോകണ്ട. അവർ ആ ഭാഗത്ത് കൂടെ പോകണം. ഒരു പറഞ്ഞു കേട്ടില്ലേ കല്ലെടുത്തെറിയും. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതാ ഇവിടെ മതിലാ. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കി ഒരു ചെറിയ ചെക്കൻ വന്നിട്ട് എടുത്തെറിയാ. പേടിയാണ്. പലരും വേറെ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളെ ബേക്കിൽ ഇതാ ഇങ്ങനെ മലയാട്ടോ, നല്ല രസമല്ലേ. പക്ഷെ ഇനി അധികം അങ്ങോട്ടേ പോയാൽ മോന്തയൊക്കെ പൊട്ടിയിട്ടേക്ക് തിരിച്ചു വരിക. ഓക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ഞാൻ ക്യാമറ എൻ്റെ അടുത്ത് തരില്ല. ഈ എൻ്റെ ഓളെ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി പോട്ടെ. നല്ല രസം കിട്ടും. പക്ഷെ വെയിലത്ത് തന്നൊരു സുഖല്ലേ. അതാ ഞങ്ങൾ തിരിച്ചു പോട്ടോ. അവിടെ കുറച്ച് ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. ഒരു വിസില് വിളിച്ച് ഞങ്ങളെ നോക്കി. അപ്പം എനിക്ക് പേടിയായി. എനിക്ക് തോന്നുന്നു അവിടേക്കൊരു വഴിയുണ്ട്. അവിടെ ഉണ്ടല്ലോ, അവിടെ പോയാൽ മുകളിലേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലേ പോയാലാന്ന് തോന്നുന്നുണ്ട് ഓരോ വീട്. പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. കാരണം ഒന്നാമതാ ഇനി ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ആ മൂപ്പത്തിയാറ് വീട്ടിലേക്ക് ഇതിലൂടെ കയറി വരിക. അപ്പം തിരിഞ്ഞോടും ഞങ്ങൾ ഓരോ വീട്ടിലേക്ക്, നേരെ കയറുക ഞങ്ങൾ ഓരോ വീട്ടിലേക്ക്. പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ. അതാ നമ്മളിങ്ങനെ തിരിച്ചിട്ടൊക്കെ പുല്ലിൻ്റെ ഇടയിൽ ഒരു ചെക്കൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ നോക്കി ഞാൻ പോവയ്യായിട്ട് അങ്ങോട്ട് പോകണത്. ആ ഭാഗം നല്ല പുണ്യ ആ ഭാഗത്തു നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നമുക്ക് എന്തായാലും എവിടെയോ മയിലുണ്ട് കേട്ടോ. മയിലിന് നല്ലോണം സൗണ്ട് കേൾക്കുന്നു. പക്ഷെ എവിടെയാന്ന് അറിയില്ല. ആരോ വീടിരുന്നു. ഏതോ വീടിന്റെ മണ്ടയിലുണ്ടാവും തോന്നുന്നു. ഞങ്ങൾ മുകളിലേ പോയില്ല കേട്ടോ, കാരണം മൂപ്പരാൾ കല്ലെറിയും പറഞ്ഞപ്പോൾ പേടിയിട്ട്. ഒരു ദിവസം ചേച്ചീനെ കൊണ്ടുവന്നിട്ട് പോവാം. ചേച്ചി ഒരാൾ കൂടെ ധൈര്യത്തിൻ്റെ ആശ്വാസം. ഇത് ഞങ്ങൾ രണ്ടാളും മാത്രം എന്ത് വെച്ചിട്ടാണ് പോവുക. അവൾക്കാണ് പേടില്ല. ഇവക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. സംഭവം അതാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒക്കെ കുന്തളിപ്പാ. ആ അനുഭവത്തിൽ വരുമ്പോൾ ഇങ്ങനെ വേനോട് ശ്വാസം മുട്ടി അല്ലേ, ശ്വാസം കിട്ടില്ലേ, ശ്വാസം കിട്ടത്തില്ലേ. അയ്യോ
ഇനിയിപ്പൊ ഇത് ഇറങ്ങുമ്പോഴാണ് മൂപ്പത്തിയാര് വന്നെങ്കിൽ എന്തിനാ ഞങ്ങൾക്ക് പേടി? ഇനി ഞങ്ങൾക്ക് എന്തിനു പേടി? പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മേലേക്ക് ഞാൻ മൂപ്പത്തിയാരെ ഉന്തിട്ടിട്ട് ഓടും. ഇപ്പം ഞങ്ങളെ കണ്ടിട്ട് റിച്ച് പീപ്പിൾ സൈഡ് തോന്നിയിട്ടുണ്ടാകും, പക്ഷെ അത് വെറുതെയാണ്. ഞങ്ങളെ കൂടെ വന്ന് റൂമിൽ ഒരു ദിവസം നിന്നാൽ മതി. ഒരു പറയും ഞങ്ങളെ നാട്ടിൽ തന്നെ ഞാൻ അത്യാവശ്യം തിന്ന് ജീവിക്കുന്നുണ്ട്, നിങ്ങളത് തന്നിട്ട് പട്ടിണിയാന്ന് പറയും. വേണേൽ എനിക്ക് ഓരോ സിനിമയൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇവളെ ഇന്നലെ കണ്ട സിനിമ ഏതാ അറിയാം. ഇനി മൂപ്പത്തിയാര് വന്നാൽ ഞാൻ ഇടയിൽ ഒളിച്ചു നിൽക്കും, പുണ്യാനിട്ട് കൊടുക്കും ഞാൻ. പക്ഷെ അന്നെ മുഖത്തേക്ക് പിടിച്ചത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഇവളോട്, എന്നോടല്ല. ഇനിയിപ്പോ ഒക്കെ പറഞ്ഞതില്ലോ എന്റെ കല്യാണം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞടി. അപ്പൊ ഞാൻ വിചാരിച്ചു കയ്യിൽ എന്താന്നാ ചോദിച്ചേ. പേരൊക്കെ തിന്നിട്ട് കയ്യിൽ എന്തോ ഉണ്ടോ? പേരൊക്കെ ഉണ്ട്. ഇനി അപ്പോ കയ്യിൽ എന്താ ഇനിയിപ്പോ പേരൊക്കെ ചോദിച്ചായിരിക്കും. പക്ഷെ ഞാൻ കടിച്ചു. നമ്മള് കടിച്ച് വരും, തിന്ന് വരില്ല. അപ്പൊ അവർക്ക് എന്തോ കഴിക്കാനായിരിക്കാം. ഉണങ്ങിയ പേരൊക്കെ അവിടുന്ന് എവിടുന്നോ കട്ട് പറിച്ചതാ. പേടിയാണ്. മയില് വീടൊക്കെ നല്ല രസമുണ്ട്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. പേടിച്ചോയി. എനിക്ക് ടെൻഷൻ എന്താ അറിയോ, കേറണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അനക്ക് പേടിയായതും വേണ്ട. എനിക്ക് നല്ല പേടിയായി. ഇപ്പൊ കയ്യിലൂടെ അറിയപ്പോ കയറണം എന്ന് പറഞ്ഞേ ഈ റബ്ബറും തോട്ടത്തിൽ കൂടെ കയറി പോണല്ലോ. ഇതിനുള്ളൊരു പുലി ഉണ്ടാവുമോ? എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടാവും അവിടെ. എൻ്റെ അച്ഛനാണോ ഈ അവിടെ? അല്ലേ എന്താ പറയണ്ടേ. ഇതിലേ പോയോക്ക ചെല്ല് ഈ ചെല്ല് ഇതിലേ എടി വേണ്ട പുണ്യേ. ഒരാള് കൂടല്ലാണ്ട് കേട. ഓ ആ സഞ്ചി പിടിച്ച് രണ്ടാൾ പോണണ്ടപ്പോ ഞാൻ സഞ്ചി പിടിച്ച് മറ്റേ ഞങ്ങൾ വരികയ്ക്കും. ആ ഗ്രൗണ്ട് ആണ്. ഞാൻ വെയില് കണ്ടിട്ട് ഈ പോയി പോരെ. വെയിലാണേ. ഇപ്പൊ തന്നെ മുകളിലെത്തിട്ടുള്ളൂ. അയ്യോ അനീനി കറുത്ത് പോയി, അനീനി കറുത്ത് പോയി. നാക്കിന് നീളത്ര ഉണ്ട്. എൻ്റെ ഇവിടെ എന്തോ കുളത്തി വലിക്കണേ. തിരിച്ച് പക്ഷെ അതിൻ്റെ മുകളിലേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി ഉള്ളോട്ടെ പെയ്യുന്ന മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയ സ്ഥലം. പക്ഷെ പേടിയാ. പക്ഷേ ഇതിന്റെ മുകളിൽ കുന്നിന്റെ മണ്ടയിൽ കോളേജ് ഉണ്ട്. ഓരോ ഏരിയ ഉണ്ട്, പല ഏരിയയിലും ഉണ്ടാവും. പിന്നെ ഓള പെർമിഷൻ കോഴിക്കോടുണ്ട്. പിന്നെ കോഴിക്കോടൊക്കെ ഉണ്ട്. ഇവർക്ക് അറിയില്ലേ? അറിയില്ല. തന്നെ വിചാരോ അട്ടപ്പാടിയിലും വയനാട്ടിൽ പാട്ടുള്ളൂ എൻ്റെ വിചാരാണ്. പിന്നെ കോഴിക്കോടുണ്ട്. ആദിവാസിയിലെ മുത്തമ്മാര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഇവക്കൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ കളി കണ്ടായിരിക്കുമ്പോൾ ഇവക്ക് എല്ലോ അറിഞ്ഞിട്ടാണ് ഇവിടെ തീരുമാനം. എനിക്കറിയില്ല. പക്ഷെ ഒരു ഇതേമാതിരി അങ്ങനെ വരുന്നറിയാം പൈസയൊക്കെ ചോദിക്കാം. പക്ഷെ അത് കുടിച്ചിട്ടാണെന്ന് എനിക്കറിയില്ലേ. പൈസ സ്ത്രീകൾ കുടിക്കും. ഞാൻ പറഞ്ഞതാ ഈ കോഴിക്കോടുള്ളവരും ഇവിടെ മുക്ക ശിവരാത്രിക്ക് വരുന്നവരാണെങ്കിൽ ഒരു കണ്ടുണ്ടാവും മുത്തന്മാരെങ്ങനെയാ കളിക്കുന്നത്. പെൺകുട്ടികളാട്ടൊക്കെ ഓരോ അമ്മമാര് കുടിച്ച് കളിക്കുന്നതാണ്. ഒരു ഡാൻസ് കളിക്കും, അത് അടിപൊളിയാട്ടോ. ഒരു അവിടെ നിന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര ഡാൻസ്. ഓരോ ഭർത്താവിനെ അടിക്കുന്നത് കാണും. എൻ്റെ അമ്മേ സീന. അതിന് ശിവരാത്രിക്ക് വരാത്തവരാണെങ്കിൽ അവിടെ രാത്രി ശിവരാത്രി വന്നാൽ മതി. ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈം. എന്താ വെച്ചാൽ ഈ ഗാനമേളയൊക്കെ തുടങ്ങുന്നത് നല്ല പാട്ട് വെച്ചിട്ടുള്ള പ്രോഗ്രാം തുടങ്ങുമ്പോൾ വന്ന് നോക്കി അങ്ങ് അറിയാത്തവർക്ക് കാണാം. അവിടെ വന്നാൽ ഈ മുത്തന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ അവരങ്ങനെയാട്ടോ പറയുക. അപ്പം ഇവർ കളിക്കുന്ന കാണാം. നല്ല കുടിച്ചിട്ട് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കുടിച്ചിങ്ങനെ കളിക്കും. നല്ല ആൾക്കാരുണ്ടോ അവരുടെ കൂട്ടത്തിൽ? വിദ്യാഭ്യാസമൊക്കെ ഉള്ള? ഓ അതുണ്ടാവും കേട്ടോ. മക്കള് ഇത് അമ്മമാരാ കുടിച്ചിട്ട് അച്ഛന്മാരാ തല്ലുക. അവിടെ നിന്ന് കാണണേ സീനാണേ. ഇനി ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് വല്ല അപ്ഡേറ്റ്സും ഉണ്ടെങ്കിൽ അറിയിക്കാം.